നമസ്കാരം, ഞാൻ പാർവതിയാണ്. ഹൊറൈസൺ മോട്ടോഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചത് ആഡ്ബ്ലൂവിനെ പറ്റിയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. നമ്മൾ എല്ലാവരും വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് വാഹനത്തിന്റെ ബ്രേക്ക്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാഹനത്തിന്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തെക്കുറിച്ചും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ്. അതിനായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഹൊറൈസൺ മോട്ടോഴ്സ് സർവീസ് സെന്ററിലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കൽ മാനേജറായ ലോയിഡ് ചേട്ടനാണ്. ബ്രേക്കിംഗ് സിസ്റ്റത്തെക്കുറിച്ചും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി നമുക്ക് ചോദിച്ചറിയാം. ഹായ് ലോയിഡ് ചേട്ടാ, എന്താണ് വാഹനങ്ങളുടെ ബ്രേക്കിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പറയാനുള്ളത്? വാഹനങ്ങളുടെ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. വാഹനങ്ങളുടെ സേഫ്റ്റിയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ആക്റ്റീവും ഒന്ന് പാസീവും. ആക്റ്റീവ് എന്ന് പറയുന്നത് ഒരു വാഹനം എങ്ങനെ അപകടം ഉണ്ടാകാതിരിക്കാം എന്നുള്ളതിനെയാണ് ആക്റ്റീവ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. പാസീവ് എന്ന് വരുമ്പം ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞെന്നാൽ അതിൻ്റെ ആഘാതം കുറയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് പാസീവ് എന്ന് പറയുന്നത്. ഈ ആക്റ്റീവ് സിസ്റ്റത്തിൽ ഫസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ആദ്യകാലം തൊട്ടേ വാഹനങ്ങൾ നിരത്തിൽ എങ്ങനെ ഓടിക്കാമെന്ന് എൻജിനീയേഴ്സ് ചിന്തിച്ചു തുടങ്ങിയ ഒപ്പം തന്നെ എങ്ങനെ നിർത്താമെന്ന കാര്യവും അവർ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ നമ്മളിന്ന് കാണുന്ന മോഡേൺ ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് 1902 അതിനു മുമ്പും ബ്രേക്കിംഗ് സിസ്റ്റം ഒത്തിരി വന്നിട്ടുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ പറയുകയാണെങ്കിൽ നമ്മൾ കാണുന്ന ഇപ്പോഴത്തെ ടയറുകൾ അല്ലെ വീൽസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി തടിയാൽ നിർമ്മിച്ച് അതിലോട്ട് ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് അതിനെ പ്രതിരോധിച്ച് ആയിരുന്നു നിർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ സിസ്റ്റത്തിന് ഒത്തിരി ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. സ്പീഡിൽ പോകുമ്പോൾ അതിനെ നിർത്താൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് ഫെയിലർ ആവുക, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിന്. 1902 ഫെഡറിക് എന്നൊരു ഇംഗ്ലീഷ് എഞ്ചിനീയർ ആണ് നമ്മുടെ ഡിസ്ക് ബ്രേക്ക് കണ്ടുപിടിക്കുന്നത്. അതേ വർഷം തന്നെ ഡ്രം ബ്രേക്കിന് ലൂയിസ് റെനോൾട്ട് എന്ന് പറയുന്ന എഞ്ചിനീയർ പേറ്റന്റ് എടുക്കുകയും ചെയ്തു. വളരെ സിമ്പിളായി നമ്മൾ പറയുകയാണെങ്കിൽ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ കുറേ കമ്പോണൻസ് ഉണ്ട്. അതിൽ മെയിനായി വരുന്നത് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പെഡൽ വരും, പിന്നെ ബ്രേക്ക് ബൂസ്റ്റേഴ്സ് വരും, ഫ്ലൂയിഡ് ലൈൻസ് ഉണ്ട്, പിന്നെ കാലിപ്പേഴ്സ് ഉണ്ട്, പിന്നെ ബ്രേക്ക് പാഡുകൾ, പിസ്റ്റൺ അസംബ്ലി, അങ്ങനെ ആണ് വരുന്നത്. ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കസ്റ്റമർ എപ്പോഴാണോ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് ബ്രേക്ക് പെഡൽ വഴി ഈ പറഞ്ഞ മാതിരി ഇതിൻ്റെ സിഗ്നൽസ് എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നേരത്തെ പറയുകയാണെങ്കിൽ ഹൈഡ്രോളിക് സിസ്റ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബ്രേക്ക് ത്രൂ വയർ എന്നുള്ള ഒത്തിരി സിസ്റ്റംസ് വന്നിട്ടുണ്ട്. അപ്പം അതിനെ ഈ പറഞ്ഞ മാതിരി ബ്രേക്ക് ബൂസ്റ്റേഴ്സ് ഏറ്റെടുക്കുകയും പിന്നെ ഫ്ലൂയിഡിനെ ഈ പറഞ്ഞ നമ്മുടെ കാലിപ്പേഴ്സിലോട്ട് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ കാലിപ്പേഴ്സിനകത്ത് പിസ്റ്റൺ അറേഞ്ച്മെൻ്റ് ആണുള്ളത്. ഈ പിസ്റ്റൺ നമ്മുടെ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഡിസ്ക് ഡ്രം ഇതിലോട്ട് നമ്മുടെ ബ്രേക്ക് പാർട്സിനെ പുഷ് ചെയ്യും. അപ്പം റെസിസ്റ്റൻസ് ത്രൂ ഈ പറഞ്ഞ മാതിരി വണ്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഡൗട്ടാണ്, ചില സമയത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ്? കസ്റ്റമേഴ്സിൻ്റെ ഈ ഫീലിങ്സ് നമ്മുടെ ബ്രേക്ക് ടെർമിനോളജിയിൽ പറയുകയാണെങ്കിൽ അതിനെ ഹാർഡ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ സ്പഞ്ച് ബ്രേക്കിംഗ് എന്ന് പറയും. ഹാർഡ് ബ്രേക്കിംഗ് എന്ന് പറയുമ്പം കസ്റ്റമേഴ്സിന് നോർമലി അപ്ലൈ ചെയ്യുന്നതിൽ കൂടുതലായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നു. ഈ ഹാർഡ് ബ്രേക്കിങ്ങിന് പല കാരണങ്ങളുണ്ട്. ബ്രേക്ക് പാഡ് തീരുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഫ്ലൂയിഡ് ലീക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റിൽ സ്റ്റക്ക് ഉണ്ടാവുക, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ മാതിരി ഹാർഡ് ബ്രേക്കിംഗ് വരും. ഹാർഡ് ബ്രേക്കിംഗ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാരണവശാലും വാഹനം ഓടിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഡീലർഷിപ്പുമായിട്ട് ബന്ധപ്പെടണം. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് സ്പഞ്ച് ബ്രേക്കിംഗ്. ഈ സ്പഞ്ച് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് ബ്രേക്ക് ഒട്ടും കിട്ടാതുള്ള അവസ്ഥ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി പെഡൽ ഒട്ടും കിട്ടാതെ താഴ്ന്നു പോകുന്ന അവസ്ഥയെ നമ്മൾ സ്പഞ്ച് ബ്രേക്കിംഗ് എന്ന് പറയും. അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും വാഹനം ഓടിക്കാനായിട്ട് പാടില്ല. ഹാർഡ് ബ്രേക്കിങ്ങിനെ അപേക്ഷിച്ച് ഹാർഡ് ബ്രേക്കിംഗ് നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് വാഹനം ഓടിക്കാൻ കഴിയുമെങ്കിലും സ്പഞ്ച് ബ്രേക്കിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും വാഹനം ഓടിക്കരുത്. കൂടുതലായിട്ടും ഇതിൻ്റെ ഫെയിലറായിട്ട് കാണുന്നത് സഡനായിട്ടുള്ള ഈ ബ്രേക്കിംഗ് സിസ്റ്റം ഫെയിലർ. ആധുനിക വണ്ടികളിൽ വരുമ്പം ഒത്തിരി ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉണ്ട്.
അതിൻ്റെ ഫെയിലർ ആയിട്ട് വരും. അല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് ടോട്ടലി ആയിട്ട് ഇല്ലാതാവുക. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ പറഞ്ഞ സ്പഞ്ച് ബ്രേക്കിംഗ് ഉണ്ടാവുന്നത്. ബ്രേക്ക് പാഡ് മാറുന്നതിന് എന്തെങ്കിലും ടൈം പീരീഡ് ഉണ്ടോ, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് മാറേണ്ടത്? നമുക്ക് ബ്രേക്ക് പാഡിന്റെ കേസ് വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് അതിനൊരു ടൈം പീരീഡ് പറയാൻ പറ്റുകയില്ല. നമ്മളെ പല കസ്റ്റമേഴ്സും നമ്മളെ അപ്രോച്ച് ചെയ്യാറുണ്ട്. സൗണ്ട് കേൾക്കുന്നു, ബ്രേക്ക് പാഡ് മാറണം എന്ന ഒരു ഇതുമായിട്ട് കസ്റ്റമേഴ്സ് ഇങ്ങോട്ടേക്ക് വരും. പക്ഷേ അത് ആക്ച്വലി ബ്രേക്ക് പാഡ് മാറേണ്ട ആവശ്യമില്ല. നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ മാതിരി ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് പാഡ് തീർന്നിട്ടുണ്ടാകുകയില്ല. പക്ഷേ ഇൻ ബിറ്റ്വീൻ നമ്മുടെ ഡിസ്കിനും ബ്രേക്ക് പാഡിനും ഇടയ്ക്കായിട്ട് ഫോറിൻ മെറ്റീരിയൽസ് വന്ന് കയറിയിട്ടുണ്ടാകും. ഫോറിൻ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ പലതാകാം. ഈ പറഞ്ഞ മാതിരി മഡ് പാർട്ടിക്കിൾസ് ആവാം, അല്ലെങ്കിൽ സാൻഡ് ഗ്രന്യൂൾസ് ആവാം. അപ്പം അങ്ങനെ പലതും വന്ന് കയറി കഴിയുമ്പം സൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം കസ്റ്റമേഴ്സ് പാനിക് ആവും, എൻ്റെ ഡിസ്കെ കയറി പിടിക്കുന്നു എന്ന് അവർ ഫീൽ ചെയ്ത് വെച്ചിട്ട് നമ്മളോട് പറയും. അപ്പം പീരിയോഡിക്കലി മെയിൻ്റെനൻസ് ചെയ്യുന്ന ഒരു വണ്ടിക്ക് ഈ പറഞ്ഞ മാതിരി എല്ലാ സർവീസിനും വന്നു കഴിയുമ്പോൾ നമ്മൾ ബ്രേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ സിസ്റ്റം നമ്മൾ ചെക്ക് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി ബ്രേക്ക് പാഡ് എത്ര ഓടും എന്ന് കസ്റ്റമർക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക് പാഡ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരു സ്പെഷ്യൽ ടൂളുണ്ട്. ആ സ്പെഷ്യൽ ടൂള് വെച്ചിട്ടാണ് എത്രത്തോളം ഇനി ഓടും എന്നുള്ളത് നമ്മൾ കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന വേറെ കുറച്ച് കൺസേൺസ് ഉണ്ട്. കസ്റ്റമേഴ്സ് വെളിയിൽ പോയി ഈ പറഞ്ഞ മാതിരി ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യും. പക്ഷേ നമ്മുടെ മോഡേൺ വെഹിക്കിൾസിൽ വന്നു കഴിയുമ്പോൾ ഈ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് സ്പെഷ്യൽ ടൂൾസ് ഉണ്ട്. മഹേന്ദ്ര റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ടൂൾസ് ഉണ്ട്. ഈവൻ നമ്മളിപ്പോൾ ഈ കാണുന്ന സ്കോർപിയോ ആണെങ്കിലും അതുപോലെ തന്നെ 700 ആണെങ്കിലും ഈവൻ നമ്മുടെ വണ്ടികൾ എന്നല്ല, എല്ലാ മാനുഫാക്ചേഴ്സിനും അവരുടെ വണ്ടികൾ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യുമ്പോൾ അവർക്ക് സ്പെഷ്യൽ ടൂൾസ് ഉണ്ട്. ആ സ്പെഷ്യൽ ടൂൾസ് വെച്ചുകൊണ്ട് അലൈൻ ചെയ്തെന്നാൽ മാത്രമേ ബ്രേക്കിംഗ് എഫിഷ്യൻസി കറക്റ്റ് ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും ബ്രേക്ക് പാഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ബ്രേക്ക് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എപ്പോഴും ഓതറൈസ്ഡ് ഡീലർഷിപ്പിൽ മാത്രം ചെയ്യാനായിട്ട് നോക്കുക. കാരണം എന്ന് വെച്ചാൽ അവരുടെ അടുത്ത് മാത്രമേ ആ സ്പെഷ്യൽ ടൂൾസ് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൂ. ലൂരി ഏട്ടാ, കസ്റ്റമേഴ്സിന്റെ മറ്റൊരു കൺസേൺ ആണ് ബ്രേക്ക് ഫെയിലിയർ, ബ്രേക്ക് ഫ്ലൂയിഡ്. അതിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാമോ? ഈ ബ്രേക്ക് ഫ്ലൂയിഡും എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം ബ്രേക്ക് ഫ്ലൂയിഡ് ഒരു ടൈപ്പ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരതിനെ കുറിച്ച് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യാത്തതാണ്. ആക്ച്വലി ഈ പറയുവാണെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് തന്നെ നമുക്ക് .3 ഉണ്ട്, .4 ഉണ്ട്. അത് എല്ലാ വണ്ടികൾക്കും സെയിം അല്ല. അത് ഓതറൈസ്ഡ് ഡീലർഷിപ്പിൽ അത് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് മാത്രമേ റീഫില്ല് ചെയ്യത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ഒരിക്കലും വെളിയിൽ നിന്ന് മാറാനായിട്ട് ആരും ശ്രമിക്കരുത്. ഈ ബ്രേക്ക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ബ്രേക്ക് ഫ്ലൂയിഡിന് വേറൊരു നേച്ചർ കൂടിയുണ്ട്. നമ്മളൊരു ഓപ്പൺ ആക്കി ബ്രേക്ക് ഫ്ലൂയിഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആഫ്റ്റർ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് അതിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് നിറയും. അതുകൊണ്ട് തന്നെ നമ്മൾ ലോക്കൽ വർക്ക്ഷോപ്പുകളിൽ കാണുന്ന ഒരു ബിഹേവിയറാണ്, അവർ വൺസ് പൊട്ടിച്ചിട്ടുള്ള ബ്രേക്ക് ഫ്ലൂയിഡ് വീണ്ടും വീണ്ടും അവരത് കൺസ്യൂം ചെയ്യും. അത് ഒരു കാരണവശാലും ഈ പറഞ്ഞ മാതിരി അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള മാതിരി ഒന്നെങ്കിൽ സ്പോഞ്ചി ബ്രേക്കിങ്ങോ അല്ലെങ്കിൽ ഹാർഡ് ബ്രേക്കിങ്ങോ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ബ്രേക്ക് ഫെയിലിയറിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ബ്രേക്ക് ഫെയിലിയർ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ലോസ് ആണ്. ഈ പറഞ്ഞ മാതിരി നമ്മുടെ ലൈൻസിലോ അല്ലെങ്കിൽ കാലിപ്പറിന്റെ അവിടെ നിന്നോ ബ്രേക്ക് ഫ്ലൂയിഡ് ലോസ് ആയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് സിസ്റ്റം ഫെയിലിയർ ആവും. അതുപോലെ തന്നെ അതുകൊണ്ട് മാത്രമല്ല ബ്രേക്ക് ഫെയിലിയർ ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ, ഇലക്ട്രോണിക് സിസ്റ്റത്തിലുള്ള ഫെയിലിയർ കൊണ്ടും ബ്രേക്ക് സിസ്റ്റം ഫെയിലിയർ ആവാം. മാസ്റ്റർ സിലിണ്ടർ, ബൂസ്റ്റേഴ്സ്, അങ്ങനെയുള്ള കമ്പോണൻസ് കൊണ്ടും ബ്രേക്ക് സിസ്റ്റം ഫെയിലിയർ ആവാം. ബ്രേക്ക് സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഓതറൈസ്ഡ് ഡീലർഷിപ്പുമായിട്ട് ബന്ധപ്പെടുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പല കസ്റ്റമേഴ്സിനെയും കാണാറുണ്ട് ഈ പറഞ്ഞ മാതിരി ബ്രേക്ക് ഇല്ലാതെ അവർ റിസ്ക് എടുത്ത് വർക്ക്ഷോപ്പിലോട്ട് വരുന്ന ഒരു പ്രവണതയുണ്ട്. അത് ഒരു കാരണവശാലും ചെയ്യരുത്. അപ്പം നമ്മുടെ ഹൊറൈസൺ മോട്ടോഴ്സിലോട്ട് വരുവാണെങ്കിൽ കസ്റ്റമേഴ്സിന് ബ്രേക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നേരിട്ട് കണ്ട് അവർക്ക് ബോധ്യപ്പെടാം. എന്താണ് ഇനിയിപ്പോൾ അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും എങ്ങനെയാണ് എന്നുള്ളതിൽ ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് നേരിട്ട് കാണിച്ച് കൊടുത്ത് അവർക്ക് അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും.
എന്താണ് ഈ ഡ്രം ബ്രേക്ക് അല്ലെങ്കിൽ ഡിസ്ക് ബ്രേക്ക്? കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഈ പറഞ്ഞ മാതിരി ഡിസ്ക് ബ്രേക്ക് അല്ലെങ്കിൽ ഡ്രം ബ്രേക്ക് എന്നുള്ളത്. പഴയ കാലങ്ങളിൽ അത്ര കൺസേൺഡ് അല്ലായിരുന്നു കസ്റ്റമേഴ്സ്. പക്ഷേ പുതിയ മോഡേൺ ആയിട്ടുള്ള വെഹിക്കിൾസ് വന്നു കഴിയുമ്പോൾ ഇതൊരു ഹൈലൈറ്റഡ് ഫീച്ചർ ആയിട്ട് എല്ലാവരും പറയുന്നതാണ് ഫ്രണ്ട് ആൻഡ് റിയർ ഡിസ്ക് ബ്രേക്ക്. അപ്പം നമ്മൾ ഈ കാണുന്നതാണ് ആക്ച്വലി ഡിസ്ക് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പറയുന്ന മാതിരി തന്നെ നമുക്ക് ഈ കാണുന്നത് ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ക്. ഓക്കെ, ആ റൊട്ടേറ്റിംഗ് ഡിസ്കിന് അഗൻസ്റ്റ് ആയിട്ട് നമ്മൾ ബ്രേക്ക് പാഡിനെ അപ്ലൈ ചെയ്യുന്നു. അതാണ് ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡ്രം ബ്രേക്ക്. അപ്പം നമ്മൾ മുമ്പേ ഡിസ്ക് ബ്രേക്ക് കണ്ടു, അപ്പം ഈ കാണുന്നത് ഡ്രം ബ്രേക്ക്. അപ്പം ഇത് ഒരു റൊട്ടേറ്റിംഗ് ഡ്രം സർഫസ് ആണ്. ഓക്കെ, ഇതിനകത്ത് ഒരു ലൈനർ സർഫസ് കൂടിയുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ കണ്ട ബ്രേക്ക് പാഡ് ഇതിനകത്ത് ലൈനർ ആയിട്ട് വരും. അപ്പം നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പം ഈ ഡ്രമ്മയിലോട്ട് ആ ലൈനിങ് സർഫസ് വന്ന് മീറ്റ് ആവും. അങ്ങനെയാണ് ഡ്രം ബ്രേക്ക് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഏകദേശം നമുക്ക് ബ്രേക്കിംഗ് സിസ്റ്റത്തെ കുറിച്ച് കുറച്ച് ധാരണയായല്ലോ. ഇനി കുറച്ച് ടിപ്സുകൾ ചോദിച്ചറിയാം. ബ്രേക്കിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നായിട്ട് കസ്റ്റമറുടെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കസ്റ്റമേഴ്സിന് തന്നെ ബോണറ്റ് ഓപ്പൺ ചെയ്യാമെങ്കിൽ അതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് ലെവൽ അവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഒരു റിസർവോയർ അതിനകത്തുണ്ട്, അത് ചെക്ക് ചെയ്യാം. ബ്രേക്ക് ഫ്ലൂയിഡ് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കളറിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ പ്രോപ്പർ ഇൻ്റർവൽ ടൈമിൽ നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്തിരിക്കണം. പല കസ്റ്റമേഴ്സും ഈ പറഞ്ഞ മാതിരി ചോദിക്കാറുണ്ട്, ഈ പറഞ്ഞ മാതിരി ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, പിന്നെ എന്തിനാണ് ഈ ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ മാറുന്നതെന്ന്. ഈ മഹേന്ദ്ര അല്ലെങ്കിൽ ഏത് മാനുഫാക്ചർ ആണെങ്കിലും അവരുടെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് ബീങ് എ ഇൻ്റർവൽ ഓഫ് ടൈമിൽ അത് ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ അതിനകത്ത് ചിലപ്പം വളരെ മൈന്യൂട്ടായിട്ടുള്ള ഫോറിൻ പാർട്ടിക്കിൾസ് വരും. അപ്പം അതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ടാണ് ഈ പറഞ്ഞ മാതിരി നമ്മൾ ഈ ഇൻ്റർവൽ ടൈമിൽ നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. അത് മസ്റ്റായിട്ടും മാറിയിരിക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മോഡേൺ ടെക്നോളജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഫെയിലിയർ ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഒരു കാര്യം പറയുവാണെങ്കിൽ നമ്മൾ പുതിയ ബ്രേക്ക് പാഡ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 200 കിലോമീറ്റർ നമ്മൾ ഹാർഡ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്രേക്കിംഗ് അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് എന്തുവാന്ന് വെച്ചെന്നാൽ നമ്മുടെ പുതിയ ബ്രേക്ക് പാഡും അതേപോലെ തന്നെ നമ്മുടെ ഡിസ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സിങ്ക് ആവാനായിട്ടുള്ള ഒരു ടൈം പീരീഡാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഒരു പറയുവാണെങ്കിൽ ഒരു കാരണവശാലും ബ്രേക്ക് ഫ്ലൂയിഡ് .3-ഉം .4-ഉം തമ്മിൽ മിക്സ് ആവാനായിട്ട് പാടില്ല. അത് അങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊസീജിയറുണ്ട്. മഹേന്ദ്ര റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊസീജിയറുണ്ട്. അപ്പം അത് ഓതറൈസ്ഡ് ഡീലർഷിപ്പിൽ മാത്രമേ അത് ഈ പറഞ്ഞ മാതിരി അതിനെ ഫോളോ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഡീലർഷിപ്പിൽ മാത്രം ഇൻ കേസ് അങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീലർഷിപ്പിനെ അപ്രോച്ച് ചെയ്യുക. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.